ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചകവിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പലഹാരമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചായക്കടകളിലെ കണ്ണാടി ചില്ലുകളിൽ കൂടി നമ്മളെ മാടി വിളിക്കാറുള്ള ഒരു സാധനമാണ് വെട്ടുകേക്കാണ്. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ അതെങ്ങനെയാണ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മുട്ട, പഞ്ചസാര, ഏലക്ക, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ പഞ്ചസാരയും മൈദയും ചേർക്കുന്നത്. 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഏലക്കയുടെ കുരുവാണ്. അതൊരു 7-8 അല്ലി ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം. അത് ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതാണെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ അടുത്തുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് മൈദയാണ്. അപ്പം പഞ്ചസാര എടുത്ത അതേ കപ്പിന് തന്നെയാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കളറിന് വേണ്ടി മാത്രം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര മുട്ട ബാറ്റർ വെച്ചിട്ടാണ്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അഥവാ ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം. ലൂസ് ആവുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതേപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഈ ഒരു പരുവത്തിൽ മതി. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം ഒരു 3 മണിക്കൂർ വെച്ചാലും മതി. ഇപ്പോൾ റെസ്റ്റ് ചെയ്ത് 2.5 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയതായിട്ട് തോന്നും. പക്ഷേ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വെട്ടുകേക്കിൻ്റെ ഷേപ്പിൽ നമുക്കതൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമുക്കതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും പ്രസ് ആക്കി കൊടുക്കണ്ട. എന്നിട്ട് സൈഡിൽ നിന്ന് അതിൻ്റെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി സൈഡിൽ നിന്ന് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വലുപ്പത്തിലുമല്ല, ഒത്തിരി ചെറുതായിട്ടുമല്ല. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഞാനത് റെഡിയാക്കി എടുക്കുന്നത്. കട്ട് ചെയ്ത് ഓരോന്നിലും ഇതേപോലെ തന്നെ നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വെട്ടുകേക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി അങ്ങ് കട്ടായി പോകരുത്. ഒരു പകുതി ഭാഗത്തോളം കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി വലുപ്പത്തിൽ എടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഓരോ ബർണറിൻ്റെ അനുസരിച്ച് നമുക്ക് ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഫ്രൈ ചെയ്ത് പോയാൽ അതിൻ്റെ ഉൾഭാഗം വേഗത്തില്ല. അപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ്. പക്ഷെ ഒത്തിരി ഹെൽത്തി ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വെട്ടുകേക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാനിങ്ങനെ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വെട്ടുകേക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും കാണുക. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.